ഹലോ എവ്രി വൺ. സോ ഹോപ്പ് ഓൾ യു ആർ ഡൂയിങ് വെൽ. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ കോൺസ്റ്റിറ്റ്യൂഷൻ വൈ ആൻഡ് ഹൗ എന്നുള്ള ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നമ്മളതിൽ കുറച്ച് കാര്യങ്ങൾ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു, ചാപ്റ്റർ തുടങ്ങി വെച്ചു. ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് എന്താണ് കോൺസ്റ്റിറ്റ്യൂഷൻ, എന്തൊക്കെയാണ് അതിൻ്റെ ഫങ്ഷൻസ്, ആൻഡ് ഓൾസോ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ കോമ്പോസിഷൻ. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് അത്രയും നെസസറി ആയിട്ടുള്ളൊരു ഫാക്ടറാണ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി എന്ന് പറയുന്നത്. ആ അസംബ്ലി ഫോം ചെയ്തത് ക്യാബിനറ്റ് മിഷൻ പ്ലാനിൻ്റെ അണ്ടറിലാണ്. അപ്പോൾ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ കോമ്പോസിഷൻ എന്തൊക്കെയാണ്, അതിൽ വരുന്ന ഘടകങ്ങൾ എന്നുള്ളതൊക്കെയാണ് നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. സോ ഇൻ ദിസ് ക്ലാസ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് ദ ബാലൻസ് ഓഫ് ദിസ് ചാപ്റ്റർ. ഓക്കെ, അപ്പോൾ ഇതിൽ ഇനി നെക്സ്റ്റ് ആയിട്ട് വരുന്നത് പ്രൊസീജിയേഴ്സ് വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ഇൻഹെറിറ്റൻസ് ഓഫ് ദി നാഷണൽ മൂവ്മെൻറ്റ്, അങ്ങനത്തെ പിന്നെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു ബോറോഡ് കോൺസ്റ്റിറ്റ്യൂഷനാണെന്ന് പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ ഏതൊക്കെ കൺട്രീസിൽ നിന്നാണ് ബോറോ ചെയ്തിരിക്കുന്നത്, എന്തൊക്കെയാണ് ബോറോ ചെയ്തിരിക്കുന്നത്, അതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ മെയിനായിട്ടും ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇപ്പോൾ ഇതൊക്കെ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ഓൾമോസ്റ്റ് ഫിനിഷ് ആവും. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ആസ്പെക്ട്സും കവർ ചെയ്തിട്ട് ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ ഇന്ന് ഫിനിഷ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം പ്രൊസീജിയേഴ്സിൽ എന്തൊക്കെയാണ് വരുന്നതെന്ന് നോക്കാം. ഇതിൽ മെയിനായിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ മെയിനായിട്ടും 8 മേജർ കമ്മിറ്റീസാണ് ഉണ്ടായിരുന്നത്. ഡിഫറെൻറ്റ് സബ്ജക്റ്റിൻ്റെ 8 മേജർ കമ്മിറ്റീസാണ് ഉണ്ടായിരുന്നത്. അതിൽ ജവഹർലാൽ നെഹ്റു, രാജേന്ദ്ര പ്രസാദ്, സർദാർ പട്ടേൽ, മൗലാന അബ്ദുൽ കലാം ആസാദ് ആൻഡ് അംബേദ്കർ ആണ് ഇതിൻ്റെയൊക്കെ മെയിൻ ചെയർ വഹിച്ചിരുന്നത്. ദാറ്റ് ഈസ് ചെയർഡ് ദീസ് കമ്മിറ്റീസ്. ഓക്കെ, നമ്മൾ പേരോർത്ത് വയ്ക്കുക. ആരൊക്കെയാണ്? ജവഹർലാൽ നെഹ്റു, രാജേന്ദ്ര പ്രസാദ്, സർദാർ പട്ടേൽ, മൗലാന ആസാദ്, അംബേദ്കർ. 8 മേജർ കമ്മിറ്റീസ്. അതിൽ മെയിനായിട്ട് ചെയർ ചെയ്തിരുന്നത് ഇവരൊക്കെ ആയിരുന്നു. ആൻഡ് ഈ കമ്മിറ്റീസിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേരിയസ് സബ്ജക്റ്റാണ് അല്ലേ, ഓരോരുത്തർക്കും ഓരോരോ സബ്ജക്ട്സാണ് സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത്. പരസ്പരം എല്ലാവരും എല്ലാം അഗ്രി ചെയ്ത് പോകണമെന്നില്ല. ഇപ്പോൾ ഒരു കമ്മിറ്റിയുടെ ആസ്പെക്ട്സ്, ഒരു കമ്മിറ്റിയുടെ സബ്ജക്ട്സ് മറ്റൊരു കമ്മിറ്റിക്ക് ഉൾക്കൊള്ളാനാവണമെന്നില്ല, അവർക്ക് അതുമായിട്ട് മുന്നോട്ട് പോകണമെന്നില്ല, ഡിസഗ്രി ചെയ്യാം. അതാണ് പറയുന്നത്. അഗ്രി ചെയ്യണമെന്ന് യാതൊരുവിധ നിർബന്ധവും ഇല്ല. പിന്നെ പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ അംബേദ്കർ എന്ന് പറയുന്നത് ഗാന്ധിജിയോട് അതുപോലെ തന്നെ കോൺഗ്രസിനോടും കുറച്ച് എതിർപ്പുണ്ടായിരുന്നു, ക്രിട്ടിസൈസ് ചെയ്തിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഗാന്ധിജിയും കോൺഗ്രസും ഷെഡ്യൂൾഡ് കാസ്റ്റിൻ്റെ അപ്ലിഫ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്. പ്രത്യേകിച്ച് യാതൊരുവിധ ഹൈ സ്കോപ്പ് എഫേർട്സ് ഒന്നും തന്നെ ഇവർ ചെയ്തിട്ടില്ല. ആരൊക്കെ? കോൺഗ്രസും ഗാന്ധിജിയും ചെയ്തിട്ടില്ല ഷെഡ്യൂൾഡ് കാസ്റ്റിൻ്റെ അപ്ലിഫ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് എന്നും ആര് പറയുന്നുണ്ട്? അംബേദ്കർ പറയുന്നുണ്ട്. അതുപോലെ തന്നെ പട്ടേലും നെഹ്റുവും അവരും പല പല കാര്യങ്ങളിൽ എതിർക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു സമ്മറി എന്ന് പറയുന്നത് 8 കമ്മിറ്റീസ്, പലർക്കും പല സബ്ജക്ട്സ്, പക്ഷെ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യമായിട്ട് അഗ്രി ചെയ്തിട്ട് പോകുന്നതല്ല. പക്ഷേ അവരൊരുമിച്ച് വർക്ക് ചെയ്തിരുന്നു. കാരണം എന്താണ്? നമ്മളവിടെ ഒരു കോമൺ ഗുഡാണ് ആഗ്രഹിക്കുന്നത്. ഒരാൾ മാറി നിന്ന് കഴിഞ്ഞാൽ അവിടെ അതിൻ്റേതായിട്ടുള്ള ഡ്രോബാക്ക് വരും. അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉള്ളിലുണ്ടെന്നുണ്ടെങ്കിലും എല്ലാവരും പരസ്പരം സഹകരിച്ച് നല്ല രീതിയിലാണ് മുന്നോട്ട് പോയിരുന്നത്. എല്ലാ കമ്മിറ്റിക്കും അവരുടേതായിട്ടുള്ള ഇൻട്രസ്റ്റുകൾ ഉണ്ടെന്ന് ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, ഇനിയപ്പോൾ അത് കഴിഞ്ഞിട്ട് എന്ത് സംഭവിച്ചു? അങ്ങനെ പരസ്പരം പല ചേരികളായിട്ട് നിൽക്കുന്ന കമ്മിറ്റികൾ അവരുടേതായിട്ടുള്ള സബ്ജക്ട്സ് ഒക്കെ ഡ്രാഫ്റ്റ് ചെയ്തിട്ട് അവരുടെ ആഗ്രഹത്തിനുള്ള കോൺസ്റ്റിറ്റ്യൂഷനിലെ പ്രൊവിഷൻസ് അവർ കൊണ്ടുവന്നു. പ്രൊവിഷൻസ് കൊണ്ടുവന്നതിന് ശേഷം എല്ലാവരും കൂടിയിട്ട് അത് ഡിബേറ്റിന് വെച്ചു. അപ്പോൾ 8 കമ്മിറ്റി ഉണ്ട്. 8 കമ്മിറ്റിക്കും 8 സബ്ജക്ട്സും ഉണ്ടാവും, 8 റിപ്പോർട്ടും ഉണ്ടാവും. 8 റിപ്പോർട്ടും നമ്മൾ എന്തിനു വെച്ചു? ഡിബേറ്റിനായിട്ട് വെച്ചു. അതിൽ നിന്ന് ഏറ്റവും ബെസ്റ്റായിട്ട് കൺട്രിയിലെ ജനങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് എല്ലാവരുടെയും ഇൻട്രസ്റ്റിനെ ഈക്വലി കാണുന്ന ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്രെയിം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇരുന്നതെന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഈ 8 എണ്ണത്തിൽ വെച്ചിട്ട് ഏറ്റവും ബെസ്റ്റായിട്ട് എല്ലാ കാര്യങ്ങളും നടത്തിക്കൊണ്ടുവരാൻ പറ്റുന്ന, എല്ലാ ഇൻട്രസ്റ്റുകളും സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രൊവിഷൻസിനെ നമ്മൾ ഫൈനലി ഈ ഡിബേറ്റിന് അവസാനം സെലക്ട് ചെയ്യാൻ ഉണ്ടായത്. ഇതിൽ മെയിനായിട്ടുള്ള നെക്സ്റ്റ് കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഈ ഡിബേറ്റിനും ഇങ്ങനെ ഈ ഡ്രാഫ്റ്റുകൾ ക്രിയേറ്റ് ചെയ്യാനും വേണ്ടിയിട്ട് ഓൾമോസ്റ്റ് 2 വർഷവും 11 മന്ത്സും എടുത്തു എന്നാണ് പറയുന്നത്. 2 years and 11 months. ഈ 2 years and 11 months നമ്മുടെ അസംബ്ലി 166 days മീറ്റ് ചെയ്തു.
166 ദിവസങ്ങളിൽ കമ്മിറ്റി അസംബ്ലി മീറ്റ് ചെയ്തു. എത്ര ടൈം എടുത്തു ഫൈനലി നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്? 2 years and 11 months. And also there is a speciality, that is this session were open to the press and the public alike. ഒക്കെ ട്രാൻസ്പാരൻറ്റ് പ്രൊസീജിയേഴ്സ് ആയിരുന്നു. ഒന്നും ഒളിച്ചു വെച്ചിട്ടല്ല, എല്ലാവർക്കും അറിയാൻ പറ്റുന്ന രീതിയിൽ, അതിപ്പോൾ പബ്ലിക്കിനായിക്കോട്ടെ പ്രസ്സിനായിക്കോട്ടെ കാണാൻ പറ്റുന്ന രീതിയിൽ അത്രത്തോളം ട്രാൻസ്പെറൻ്റ് ആയിട്ടായിരുന്നു നമ്മുടെ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് അസംബ്ലിയിലെ ഓരോ പ്രൊസീജിയേഴ്സും മുന്നോട്ട് വരുന്നത്. കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഇന്ത്യയിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, ജനങ്ങളുടെ ഇൻട്രസ്റ്റ് അനുസരിച്ച് ചെയ്യേണ്ട കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജനങ്ങൾ അത് കാണണം, ജനങ്ങൾ അതിനെ ക്രിട്ടിസൈസ് ചെയ്യണം, ജനങ്ങൾ അതിനെ ജഡ്ജ് ചെയ്യണം. എന്നിട്ട് അതിൽ എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് വരുത്താനുണ്ടെങ്കിൽ അതൊക്കെ ചേഞ്ച് ചെയ്ത് അങ്ങനെ ഫൈനലി എല്ലാവരുടെയും ഇഷ്ടത്തിന് വേണ്ടിയിട്ടുള്ളൊരു കോൺസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കണം നമ്മുടെ ഇന്ത്യയുടെ എന്നുള്ളത് എല്ലാവർക്കും നിർബന്ധമായിരുന്നു. അപ്പോൾ പ്രൊസീജിയേഴ്സിൽ നമ്മൾ മെയിനായിട്ട് ഇതാണ് പറയുന്നത്. 8 കമ്മിറ്റീസ്, എല്ലാവരും അഗ്രി ചെയ്തിരുന്നില്ല. 8 പേരും 8 പേരുടേതായിട്ടുള്ള ഡ്രാഫ്റ്റുകൾ ക്രിയേറ്റ് ചെയ്തു, ഡിബേറ്റിന് വെച്ചു. അതിൽ ഏറ്റവും ബെസ്റ്റ് ഉള്ളതിനെ നമ്മൾ സെലക്ട് ചെയ്തു. നമ്മുടെ അസംബ്ലി 2 years and 11 months എടുത്തിട്ടുണ്ട്. അതിൽ 166 days മീറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ പറഞ്ഞ പോലെ തന്നെ അംബേദ്കർ, പട്ടേൽ, നെഹ്റു അങ്ങനെയുള്ളവർക്ക് പല പല കാര്യങ്ങളോട് എതിർപ്പുണ്ടായിരുന്നു. എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ അത്രത്തോളം അടിപൊളിയായിട്ടല്ല എല്ലാ കാര്യങ്ങളും അവിടെ പോയിരുന്നത് കേട്ടോ. അതായത് എല്ലാ നല്ല കാര്യങ്ങൾ സംഭവിക്കുന്നതിനോടൊപ്പം തന്നെ അവരുടെ ഇടയിൽ എതിർപ്പുകളും ഉണ്ടായിരുന്നു. പക്ഷേ ആ എതിർപ്പുകളൊക്കെ മാറ്റിവെച്ചു. എന്തിനു വേണ്ടിയിട്ട്? കോൺസ്റ്റിറ്റ്യൂഷൻ നല്ല രീതിയിൽ ഡ്രാഫ്റ്റ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാണ് നമ്മുടെ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ മെയിനായിട്ട് പറയുന്നത്. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്ന ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഹെറിറ്റൻസ് ഓഫ് ദി നാഷണൽ മൂവ്മെൻറ്റ്. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് അസംബ്ലി വന്നു, കോൺസ്റ്റിറ്റ്യൂഷൻ ഫോം ചെയ്യാനുള്ള പ്രൊവിഷൻസ് വന്നു, എല്ലാം വന്നു. പക്ഷേ ഇങ്ങനൊരു കോൺസ്റ്റിറ്റ്യൂവൻറ്റ് അസംബ്ലിയുടെ കോമ്പോസിഷനിൽ ഇത്രത്തോളം പേരെ ഇൻക്ലൂഡ് ചെയ്യണമെന്നും ഇത്രത്തോളം പേരുടെ പാർട്ടിസിപ്പേഷൻ വേണമെന്നും അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ മേക്ക് ചെയ്യുമ്പോൾ ഇത്ര കാര്യങ്ങൾ അതിൽ വേണമെന്നും ഒക്കെ പറയണമെങ്കിൽ അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഹിസ്റ്ററി ഉണ്ടായിരുന്നിരിക്കില്ലേ, അല്ലെങ്കിൽ ഒരു ബാക്ക് ഹിസ്റ്ററി ഉണ്ടായിരുന്നിരിക്കും. ഇത്രയും ഡൈവേഴ്സായിട്ട് ഫംഗ്ഷൻ ചെയ്യുന്ന കോൺസ്റ്റിറ്റ്യൂവൻറ്റ് അസംബ്ലി പോലെയുള്ള ഒരു അസംബ്ലി ഫംഗ്ഷൻ ചെയ്യണമെങ്കിൽ അതിന് തക്കതായിട്ടുള്ളൊരു ബാക്ക്ഗ്രൗണ്ട് വേണം എന്നതാണ് ഞാനിപ്പോൾ പറഞ്ഞതിൻ്റെ ഒരു പോയിൻ്റ് എന്ന് പറഞ്ഞാൽ. ആൻഡ് ഓൾസോ നമ്മുടെ ഫ്രീഡം സ്ട്രഗിളിനെ കുറിച്ച് എല്ലാവർക്കും അറിയാം. ഈ ഒരു ഫ്രീഡം സ്ട്രഗിൾ തന്നെയാണ് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കാനുള്ള റൂട്ട് എന്ന് പറയുന്നത്. ഈ ഫ്രീഡം സ്ട്രഗിളിൻ്റെ ബേസിസിൽ ഒരുപാട് വാല്യൂസും ഒരുപാട് പ്രാക്ടീസസും നമ്മുടെ സൊസൈറ്റിയിൽ വരണം. നമ്മുടെ ഡിസ്ക്രിമിനേഷൻസ് മാറ്റാൻ വേണ്ടിയിട്ട്, ഇൻഇക്വാലിറ്റീസ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ സൊസൈറ്റിയിൽ ഒരുപാട് ചേഞ്ചസ് വരണം എന്നുള്ള അത്രയും ആ ഒരു ആസ്പിറേഷൻ വെച്ചിട്ടാണ് നമ്മുടെ ഫ്രീഡം സ്ട്രഗിൾസ് നമ്മുടെ ഇന്ത്യയിൽ നടന്നു വന്നിരുന്നത്. അതിൻ്റെ ഒക്കെ തന്നെ ഒരു റിസൾട്ടാണ്, ഒരു കൺസൈസ്ഡ് സിസ്റ്റമാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ ഈ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് അസംബ്ലി തന്നെയാണ് ഇതിൻ്റെ ഒരു കോൺക്രീറ്റ് ഷേപ്പ് നൽകുന്നത്. അതായത് നാഷണൽ മൂവ്മെൻറ്റിന് ഒരു ഷേപ്പ് കൊടുക്കുന്നതും നമ്മുടെ ഈ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് അസംബ്ലി തന്നെയാണ്. ആൻഡ് ഓൾസോ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, നമ്മുടെ ഫ്രീഡം സ്ട്രഗിളിൻ്റെ ബേസിസായിട്ട് കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ഈക്വാലിറ്റി, ലിബർട്ടി, പിന്നെ ജസ്റ്റിസ്, സോവറനിറ്റി, ഡെമോക്രസി, ഇങ്ങനെയുള്ള കുറച്ചധികം വാല്യൂസ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും പ്രാക്ടീസ് ചെയ്യപ്പെടാൻ വേണ്ടിയിട്ടുമാണ് മെയിനായിട്ടും നമ്മുടെ ഫ്രീഡം സ്ട്രഗിൾ നടന്നിരുന്നത്. ബ്രിട്ടീഷേഴ്സ് വന്ന സമയത്ത് നമ്മുടെ ഇന്ത്യക്കാർക്ക് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഒട്ടും ഉണ്ടായിരുന്നില്ല. സ്വന്തമായിട്ടുള്ളൊരു കാര്യങ്ങൾ, എന്തെങ്കിലും ഒരു ഇൻഡസ്ട്രി തുടങ്ങാനോ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ നാട്ടിലുള്ള വിശ്വസമൊന്നും നമുക്കപ്പോൾ നേടിയെടുക്കാൻ സാധിച്ചിരുന്നില്ല. എല്ലായിടത്തും നമ്മളെ തടഞ്ഞു വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ അതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടും ഇന്ത്യയിലെ ജനങ്ങൾക്ക് സ്വന്തമായി തീരുമാനമെടുക്കാനും സ്വന്തമായി സഞ്ചരിക്കാനും സ്വന്തമായി ജീവിക്കാനും കഴിയണം എന്നുള്ള രീതിയിലുള്ള ആ ഒരു ലക്ഷ്യബോധത്തോടെയാണ് നമ്മുടെ ഫ്രീഡം സ്ട്രഗിൾ സ്റ്റാർട്ട് ചെയ്തതും അവസാനം ഇൻഡിപെൻഡൻസ് നമുക്ക് കിട്ടിയതും 1947. അപ്പോൾ എല്ലാം കൂടെ ഇതിൻ്റെ ഒക്കത്തിൻ്റെയും ചുരുക്കം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്ത് നടന്ന ഫ്രീഡം സ്ട്രഗിൾ തന്നെയാണ്. ഫ്രീഡം സ്ട്രഗിളാണ് ജനങ്ങളെ ബോധവാന്മാരാക്കിയത്. ഇത്രത്തോളം കാര്യങ്ങൾ ജനങ്ങൾക്കിടയിലേക്ക് വരണം, നമ്മുടെ ജീവിതം ഇങ്ങനെ പോയാൽ പോരാ, നമുക്കും കുറേ നമ്മുടേതായിട്ടുള്ള റൈറ്റ്സ് ഉണ്ട്, റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്, ഡ്യൂട്ടീസ് ഉണ്ടെന്നൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ജനങ്ങളുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടും പലതരത്തിലുള്ള ഇനീക്വാലിറ്റീസ് നിങ്ങൾക്കറിയാം. പണ്ട് കാലത്തൊക്കെ സതി സിസ്റ്റം, വീഡോ റീമാരേജ്, അതുപോലെ തന്നെ ചൈൽഡ് മാരേജ്, അങ്ങനത്തെ കുറേ ഇവിൽ ആയിട്ടുള്ള കസ്റ്റംസ് നമ്മുടെ സൊസൈറ്റിയിൽ എക്സിസ്റ്റ് ചെയ്യപ്പെട്ടിരുന്നു. അതിനെല്ലാത്തിനും ഇറാഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്വാതന്ത്ര്യ സമരം ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്.
അപ്പോൾ ഇതിൻ്റെ ഒക്കെറ്റിൻ്റെയും ഒരു കോൺക്രീറ്റ് ഫോമാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യുവൻറ്റ് അസംബ്ലി എന്ന് പറയുന്നത്. അതുവഴി നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ ഇതിൽ മെയിനായിട്ടും 1946 നമ്മുടെ ജവഹർലാൽ നെഹ്റു ഒരു ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ പാസ്സാക്കിയിരുന്നു 1946. അതിൻ്റെ ഒരു സമ്മറി എന്ന് പറയുന്നത് ഇതാണ്. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലെ പ്രിയാമ്പിളില്ലേ, നമ്മുടെ പ്രിയാമ്പിളിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയാം. ഈ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ്റെ എക്സ്പാൻഡഡ് വേർഷനാണ് നമ്മുടെ പ്രിയാമ്പിളിൽ കാണാൻ പറ്റുന്നത്. അത് നമ്മൾ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് തന്നെ കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റും. കാരണം ഓൾമോസ്റ്റ് നമ്മുടെ പ്രിയാമ്പിളുമായിട്ട് സിമിലർ ആണ്. ഇതിൽ പറയുന്ന ഒരുവിധ എല്ലാ വാല്യൂസും നമ്മുടെ പ്രിയാമ്പിളിൽ വരുന്നുണ്ട്. അപ്പോൾ ഇതുവഴിയാണ് പ്രിയാമ്പിൾ ഫോം ചെയ്തത്. അല്ലെങ്കിൽ ഈ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ജവഹർലാൽ നെഹ്റുവിൻ്റെ ആ ഒരു സിസ്റ്റം വഴിയാണ് നമ്മുടെ പ്രിയാമ്പിൾ എഴുതപ്പെട്ടിരിക്കുന്നത്. 1946 കേട്ടോ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ കൊണ്ടുവന്നത്. ആരാണ് കൊണ്ടുവന്നത്? ജവഹർലാൽ നെഹ്റു ആണ് കൊണ്ടുവന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഈ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷനിൽ മെയിനായിട്ട് വരുന്ന പോയിന്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് വൺ ഈസ് ഇന്ത്യ ഈസ് എൻ ഇൻഡിപെൻഡൻറ്റ് സോവറൻ റിപ്പബ്ലിക്. ആസ് യു നോ ദിസ് ഈസ് എ സിമ്പിൾ സ്റ്റേറ്റ്മെൻറ്റ്. ജനാധിപത്യം, അതുപോലെ തന്നെ സ്വാതന്ത്ര്യം, അങ്ങനെയുള്ള മൂല്യങ്ങൾ വളർത്തിയെടുക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. ആൻഡ് second one, India shall be a union of erstwhile British Indian territories, Indian states and other parts outside British India, and Indian states as are willing to be a part of the union. Indian Union അല്ലെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്നത് ഇറ്റ്സ് എ യൂണിയൻ, ഇറ്റ് ഷാൾ ബി എ യൂണിയൻ വിച്ച് കൺസിസ്റ്റ് ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യൻ ഏർസ്റ്റ്വൈൽ ബ്രിട്ടീഷ് ഇന്ത്യൻ ടെറിട്ടറീസ്, ഇന്ത്യൻ സ്റ്റേറ്റ്സ് ഉണ്ടായിരിക്കാം, ബ്രിട്ടീഷ് ഭരിച്ചിരുന്ന സ്ഥലങ്ങളുണ്ടായിരിക്കാം, ബ്രിട്ടീഷ് ഭരിക്കാതെയും ഇന്ത്യയുടെ യൂണിയനിൽ ചേരണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ള സ്ഥലങ്ങൾ, ഇന്ത്യയുടെ പുറത്തുള്ള സ്ഥലങ്ങളായിരിക്കാം, പക്ഷേ അവർക്ക് ഇന്ത്യൻ യൂണിയനിൽ ചേരണം, അതാണ് അവരുടെ ആഗ്രഹം. അങ്ങനെയുള്ള സ്ഥലങ്ങളെ എല്ലാം കൂട്ടിയിട്ടുള്ള ഒരു യൂണിയൻ ആയിരിക്കണം ഇന്ത്യ. അതാണ് നമ്മുടെ സെക്കൻഡ് പോയിന്റിൽ വരുന്നത്. ദെൻ തേർഡ് വൺ ഈസ് territories forming the union shall be autonomous units and exercise all powers and functions of the government and administration except those assigned to or vested in the union. ഈ ടെറിട്ടറിയിൽ അല്ലെങ്കിൽ ഈ യൂണിയനിൽ അസൈൻ ചെയ്തിട്ടുള്ള എല്ലാ ടെറിട്ടറീസും ഓട്ടോണമസ് ആയിരിക്കണം. അവർക്ക് അവരുടേതായിട്ടുള്ള രീതിയിൽ ഫംഗ്ഷൻ ചെയ്യാനുള്ള റൈറ്റ്സ് ഉണ്ടായിരിക്കണം. എല്ലാ പവേഴ്സും എക്സസൈസ് ചെയ്യാനുള്ള പവേഴ്സ് ഉണ്ടായിരിക്കണം. അതാണ് അടുത്തതിൽ പറയുന്നത്. ദെൻ ഫോർത്ത് വണ്ണിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഓൾ പവേഴ്സ് ആൻഡ് അതോറിറ്റി ഓഫ് സോവറിൻ ആൻഡ് ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യ ആൻഡ് ഇറ്റ്സ് കോൺസ്റ്റിറ്റ്യൂഷൻ ഷോൾ ഫോൾ ഫ്രം ദ പീപ്പിൾ. ഈ ഡെമോക്രസി എന്നുള്ള വാക്ക്, ജനാധിപത്യം എന്നുള്ള വാക്കിന് ഇന്നത്തെ കാലത്ത് എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ജനങ്ങൾ ഭരിക്കുന്ന ഇന്ത്യയല്ല നമ്മളിപ്പോൾ കാണുന്നത്, പൊളിറ്റീഷ്യൻസ് ഭരിക്കുന്ന ഇന്ത്യനെയാണ് നമ്മളിപ്പോൾ കാണുന്നത്. നമ്മുടെ ആസ്പിരേഷൻസ് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വോട്ട് ചെയ്തിട്ട് നമ്മുടെ നേതാക്കളെ നമ്മൾ വോട്ട് ചെയ്ത് പൊസിഷൻസിലെത്തിക്കുന്നു. അവിടെ ചെന്നതിന് ശേഷം അവർ പീപ്പിളിൻ്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അത് ഇപ്പോഴൊരു ഒരു ക്വസ്റ്റ്യൻ മാർക്കായിട്ട് നിൽക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണല്ലേ. അപ്പോൾ അതിലോട്ടൊന്നും നമുക്കിപ്പോൾ പോകണ്ട, അതിനിപ്പോൾ പോയാലും നമുക്ക് ഉത്തരം കിട്ടാത്തൊരു ഏരിയയാണ്. അപ്പോൾ ജനാധിപത്യം, അതാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞു വന്നിരുന്ന പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജനങ്ങളുടെ കയ്യിൽ നിന്നാണ് ഇന്ത്യയിലേക്ക് വേണ്ട എല്ലാവിധ കാര്യങ്ങളും, അതായത് അതോറിറ്റി ആയിക്കോട്ടെ ഇൻഡിപെൻഡൻസി ആയിക്കോട്ടെ എല്ലാം ജനങ്ങളിൽ നിന്ന് വരണം. ജനങ്ങളാണ് ഇവിടുത്തെ മെയിൻ, വേറൊരാൾക്കും ഇവിടെ പവറില്ല. ജനങ്ങളിൽ നിന്നാണ് ഇന്ത്യ ഉണ്ടായത്, ജനങ്ങളിൽ നിന്നാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടായത്, ജനങ്ങൾക്ക് വേണ്ടിയാണ് കോൺസ്റ്റിറ്റ്യൂഷൻ. ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കി വെക്കുന്നത് വെറുതെയല്ല, അതിൽ നമ്മുടെ ഇന്ത്യക്കാർക്ക് വേണ്ടിയിട്ടുള്ള കുറേ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇന്ത്യക്കാരുടെ ഇൻട്രസ്റ്റ് ഇന്ത്യക്കാരേക്കാൾ നന്നായിട്ട് മറ്റാർക്കും പറയാനും പറ്റില്ല. നമുക്ക് വേണ്ടൊരു കാര്യമാണ് നമുക്ക് നേടിയെടുക്കേണ്ടതല്ലേ. നമുക്ക് ആവശ്യമില്ലാത്തൊരു കാര്യത്തിനോട് നമുക്ക് അത്രയ്ക്കധികം ആഗ്രഹം ഉണ്ടായിരിക്കില്ല. ഇപ്പോൾ എല്ലാം ഉണ്ട് എന്ന ചിലതില്ല, ഇല്ലാത്ത കാര്യങ്ങൾ നേടിയെടുക്കാനായിരിക്കും നമ്മൾ ശ്രമിക്കുന്നുണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ പണ്ട് നമ്മുടെ ഫ്രീഡം സ്ട്രഗിൾ നടന്നിരുന്ന സമയത്ത് എല്ലാം ഉണ്ടായിട്ടും സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ സ്വാതന്ത്ര്യം എന്നതായിരുന്നു നമ്മുടെ അവിടുത്തെ ആവശ്യം, അത് നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് സ്ട്രഗിൾ ചെയ്തത്. അതുപോലെ തന്നെ ജനങ്ങൾക്ക് എന്താണോ വേണ്ടത് അതിനനുസരിച്ച് ജനങ്ങൾ തീരുമാനിക്കുന്ന രീതിയിലുള്ള ഒരു യൂണിയൻ ആയിരിക്കണം നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത്. അതാണ് പറയുന്നത് കംപ്ലീറ്റ് പവർ ആൻഡ് അതോറിറ്റി ഷോൾ ബി വെസ്റ്റഡ് വിത്ത് ദ പീപ്പിൾ ഓർ ഷുഡ് ഫ്ലോ ഫ്രം ദ പീപ്പിൾ, അതാണ് പറയുന്നത് കേട്ടോ. ദെൻ അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞാൽ ഓൾ പീപ്പിൾ ഓഫ് ഇന്ത്യ ഷാൾ ബി ഗ്യാരണ്ടീഡ് ആൻഡ് സെക്യൂർഡ് സോഷ്യൽ, ഇക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ജസ്റ്റിസ്, ഇക്വാലിറ്റി ഓഫ് സ്റ്റാറ്റസ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ഇക്വാലിറ്റി ബിഫോർ ലോ ആൻഡ് ഫണ്ടമെൻ്റൽ ഫ്രീഡംസ് ഓഫ് സ്പീച്ച്, എക്സ്പ്രഷൻ, ബിലീഫ്, ഫെയ്ത്ത്, വർഷിപ്പ്, വെക്കേഷൻ, അസോസിയേഷൻ ആൻഡ് ആക്ഷൻ സബ്ജക്ട് ടു ലോ ആൻഡ് പബ്ലിക് മൊറാലിറ്റി. ഇതിൽ മെയിനായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ സോഷ്യൽ, ഇക്കണോമിക്കൽ, പൊളിറ്റിക്കൽ ജസ്റ്റിസ്, നീതി,
എല്ലാ തരത്തിലുള്ള നീതി. ഇക്കണോമിക്കൽ, ഇപ്പോൾ നമുക്ക് ഓരോ ടൈപ്പ് നോക്കാം. സോഷ്യൽ ജസ്റ്റിസിൽ എന്തൊക്കെ പറയാൻ പറ്റും? കാസ്റ്റ് ഇൻഇക്വാലിറ്റീസ്, ഡിസ്ക്രിമിനേഷൻസ്, കാസ്റ്റ് ബേസ്ഡ് അല്ലെങ്കിൽ ക്ലാസ് ബേസ്ഡ് ആയിട്ടുള്ള ഇൻഇക്വാലിറ്റീസിനൊക്കെ റെസിസ്റ്റ് ചെയ്യുന്നതാണ് നമ്മൾ സോഷ്യൽ ഇക്വാലിറ്റി എന്ന് പറയുന്നത്. ഇക്കണോമിക് എന്ന് പറയുമ്പോൾ ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക്, കേട്ടിട്ടില്ലേ? അവിടെ ഒരു ജെൻഡർ ഡിസ്പാരിറ്റി വരാൻ പാടില്ല. സ്ത്രീക്കൊരു വേതനം പുരുഷനൊരു വേതനം എന്നുള്ള ജെൻഡർ ഡിസ്പാരിറ്റി വരാൻ പാടില്ല. അവിടെയും ഈക്വലായിട്ട് ട്രീറ്റ് ചെയ്യപ്പെടണം. ദെൻ പൊളിറ്റിക്കൽ ജസ്റ്റിസ് എന്ന് പറയുന്നത് ഒരു ഇന്ത്യക്കാരൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ളൊരു പൊളിറ്റിക്കൽ റൈറ്റാണ് റൈറ്റ് ടു വോട്ട് എന്ന് പറയുന്നത്. നമുക്ക് നമ്മുടെ നേതാക്കളെ അല്ലെങ്കിൽ നമ്മളെ ഭരിക്കേണ്ടത് ആരാണ്, നമ്മളെ ഭരിക്കാൻ അതല്ല ഞാൻ ഉദ്ദേശിച്ചത്, നമുക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ടത് ആരാണെന്ന് തീരുമാനിക്കാനുള്ള റൈറ്റ് നമുക്കാണുള്ളത്. അപ്പോൾ റൈറ്റ് ടു വോട്ട് എന്നുള്ളതാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ളൊരു പൊളിറ്റിക്കൽ റൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം നമുക്ക് നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ജസ്റ്റിസ്, പൊളിറ്റിക്കൽ, സോഷ്യൽ ആൻഡ് ഇക്കണോമിക്കൽ ജസ്റ്റിസ് വേണം. ഇക്വാലിറ്റി ഓഫ് സ്റ്റാറ്റസ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ഇക്വാലിറ്റി ബിഫോർ ലോ. എല്ലാവർക്കും ഒരേ സ്റ്റാറ്റസ് ആണുള്ളത്. ജെൻഡറിൻ്റെ പേരിലോ കാസ്റ്റിൻ്റെ പേരിലോ ജനിച്ച സ്ഥലത്തിൻ്റെ പേരിലോ റേസിൻ്റെ പേരിലോ ഒരാളും നമ്മുടെ ഇന്ത്യയിൽ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ പാടില്ല. എവ്രി വൺ ഈസ് കൺസിഡർഡ് ആസ് ഈക്വൽ. എവ്രി വൺ ഷുഡ് ബി ട്രീറ്റഡ് ഈക്വലി. അതാണ് നമ്മളിതിൽ മെയിനായിട്ട് പറയുന്നത്. ആൻഡ് ഈക്വാലിറ്റി ബിഫോർ ലോ, നിയമത്തിന് മുൻപിൽ ഒരാളും വേറെയല്ല, എല്ലാവരും ഈക്വലാണ്. അതായത് എനിക്കൊരു നിയമം നിങ്ങൾക്കൊരു നിയമമല്ല. ഞാനൊരു ശിക്ഷ ചെയ്താൽ ഞാനൊരു തെറ്റ് ചെയ്താൽ എനിക്കൊരു ശിക്ഷ, നിങ്ങളൊരു തെറ്റ് ചെയ്താൽ നിങ്ങൾക്ക് വേറെ ശിക്ഷ, അങ്ങനെയൊന്നുമല്ല. എന്ത് പണിഷ്മെൻ്റ് ആണോ അതിന് തക്ക, എന്ത് ക്രൈമാണോ ചെയ്തത് അതിന് തക്ക പണിഷ്മെൻറ്റ് നമുക്ക് കിട്ടണം. അതാണ് ഇതിൽ മെയിനായിട്ട് പറയുന്നത്. ഇക്വാലിറ്റി ബിഫോർ ലോ, നിയമത്തിന് മുൻപിൽ എല്ലാവരും ഈക്വലാണ്, ഒരാൾക്കും പ്രത്യേക പരിഗണന അർഹിക്കുന്നില്ല, അതാണ് പറയുന്നത്. ആൻഡ് പിന്നെ കുറച്ച് ഫണ്ടമെൻ്റൽ ഫ്രീഡംസ് ആണ് പറയുന്നത്. ബേസിക് ആയിട്ടുള്ള സ്പീച്ച്, എക്സ്പ്രഷൻ, ബിലീഫ്, ഫെയ്ത്ത്, നമുക്ക് ഇഷ്ടമുള്ളതിനെ ആരാധിക്കാൻ, നമുക്ക് ഇഷ്ടമുള്ളതിനെ പറയാൻ, നമുക്ക് ഇഷ്ടമുള്ളത് എക്സ്പ്രസ് ചെയ്യാൻ, നമുക്ക് ഇഷ്ടമുള്ളത് വിശ്വസിക്കാൻ, വെക്കേഷൻ, അസോസിയേഷൻ, ആക്ട് ചെയ്യാൻ, അതിനൊക്കെയാണ് അതിൽ പറയുന്നത്. അപ്പം നമുക്ക് വേണ്ടിയതായിട്ടുള്ള ആവശ്യത്തിന് ബേസിക് ആയിട്ടുള്ള കുറേ വാല്യൂസ്, കുറേ പല ഫോംസ് ഓഫ് ജസ്റ്റിസ്, ഇക്വാലിറ്റി, അതൊക്കെയാണ് ഈ പോയിന്റിൽ മെയിനായിട്ട് പറയുന്നത്. നെക്സ്റ്റ് പോയിന്റ് നമുക്ക് നോക്കാം. ദ മൈനോറിറ്റീസ്, ബാക്ക്വേർഡ് ആൻഡ് ട്രൈബൽ ഏരിയാസ്, ഡിപ്രസ്ഡ് ആൻഡ് അതർ ബാക്ക്വേർഡ് ക്ലാസ്സസ് ഷാൾ ബി പ്രൊവൈഡഡ് അഡ്വക്വേറ്റ് സേഫ് ഗാർഡ്സ്. അപ്പോൾ മൈനോറിറ്റീസ് എന്ന് പറയുമ്പോൾ മെയിനായിട്ട് ലിംഗ്വിസ്റ്റിക് ആൻഡ് റിലീജിയസ് മൈനോറിറ്റീസ് ആണ് വരുന്നത്. അപ്പോൾ അതൊക്കെ നമ്മൾ പൊളിറ്റി പഠിക്കുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റി വരുന്നുണ്ട്, റിലീജിയസ് മൈനോറിറ്റീസ് വരുന്നുണ്ട്. പിന്നെ ബാക്ക്വേർഡ് ആൻഡ് ട്രൈബൽ ഏരിയാസ്, ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ്സ്, ബാക്ക്വേർഡ് കാസ്റ്റ്, അതൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇക്കണോമിക്കലി, സോഷ്യലി, പൊളിറ്റിക്കലി അണ്ടർ പ്രിവിലേജ്ഡ് ആയിട്ട്, ഡിപ്രസ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരു ക്ലാസ് ഓഫ് പീപ്പിൾ നമ്മുടെ സൊസൈറ്റിയിലുണ്ട് അല്ലേ. നമുക്കറിയാം അവരാരൊക്കെയാണെന്നറിയാം. അവരെ സേഫ്റ്റിയിൽ കൊണ്ടുപോകണം. അവർക്ക് വേണ്ടിയതായിട്ടുള്ള എല്ലാവിധ സേഫ്റ്റി മെഷേഴ്സും പ്രൊവൈഡ് ചെയ്യപ്പെടണം. അവർക്ക് യാതൊരുവിധ എക്സ്പ്ലോയിറ്റേഷനും ഫേസ് ചെയ്യാനുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാവരുത്. അവരെ നമ്മൾ എപ്പോഴും അങ്ങനെ സംരക്ഷിച്ച് കൊണ്ടുപോകണം. അതാണ് അടുത്ത പോയിന്റിൽ വരുന്നത്. നെക്സ്റ്റ്, the territorial integrity of the republic and its sovereign rights on land, sea and air shall be maintained according to justice and law of civilized nation. അതിൽ മെയിനായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യയിൽ ജീവിക്കുന്ന ഒരാൾക്ക്, അതിപ്പോൾ എവിടെ തന്നെ ആയാലും, കംപ്ലീറ്റ് ആയിട്ടുള്ള സോവറിൻ റൈറ്റ് ഉണ്ട്. ഇത് ലാൻഡിലായിക്കോട്ടെ, സീലായിക്കോട്ടെ, എയറിലായിക്കോട്ടെ, അതങ്ങനെ ഓരോ സെക്ഷൻ പറയുന്നതാണ്. കംപ്ലീറ്റ് സോവറിൻ റൈറ്റ് ഉണ്ട്. നെക്സ്റ്റ് എന്ന് പറയുന്നത്, ദ ലാൻഡ് വുഡ് മേക്ക് ഫുൾ ആൻഡ് വില്ലിംഗ് കോൺട്രിബ്യൂഷൻ ടു ദ പ്രൊമോഷൻ ഓഫ് വേൾഡ് പീസ് ആൻഡ് വെൽഫെയർ ഓഫ് മാൻകൈൻഡ്. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം എന്ന് പറയുന്നത് അതായത് വേൾഡ് പീസ്, ലോക സമാധാനത്തിന് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്ന ഒരു സ്ഥലമാവണമെന്നാണ് നമ്മുടെ അംബീഷനായിട്ട് പറയുന്നത്. അതുപോലെ തന്നെ മനുഷ്യവർഗത്തിൻ്റെ ഉന്നമനം, മനുഷ്യവർഗത്തിൻ്റെ വെൽഫെയറിന് വേണ്ടിയിട്ടും, അതുപോലെ യൂണിവേഴ്സൽ പീസ്, വേൾഡ് പീസ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ, രാജ്യമാവണം ഇന്ത്യ എന്നുള്ളതൊക്കെയാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ ഇതെല്ലാം വായിക്കുമ്പോൾ ഒരു കാര്യം നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും, ദാറ്റ് ഈസ് ഇതൊരു ഡ്രീമാണ്. ഇതായിരിക്കണം നമ്മുടെ ഇന്ത്യ, ഇങ്ങനെ ആവണം നമ്മുടെ ഇന്ത്യ എന്നുള്ളൊരു ഡ്രീമിനെയാണ് ഇവിടെ നമ്മൾ സിംപ്ലിഫൈ ചെയ്യുന്നത്. നമ്മൾ സ്വപ്നം കാണുന്ന ഒരു ഇന്ത്യ ഉണ്ട്, എല്ലാ ഡിസ്ക്രിമിനേഷനും മാറ്റി നിർത്തി എല്ലാവരും ഈക്വലായിട്ട് ട്രീറ്റ് ചെയ്യപ്പെട്ട് ക്രൈംസ് എല്ലാം പോയി കംപ്ലീറ്റ് പീസ് വന്നിട്ട് കോൺഫ്ലിക്ട്സ് കുറഞ്ഞിട്ടുള്ള ഒരു സൊസൈറ്റി, ഒരു ഇന്ത്യ. അതാണ് നമ്മൾ ഡ്രീം ചെയ്യുന്ന ഇന്ത്യ. ആ ഇന്ത്യനെ കുറിച്ചാണ് ഇപ്പോൾ ഇത്തരം പോയിൻറ്റ്സിൽ
ഷോർട്ടായിട്ട് മെൻഷൻ ചെയ്തത്. അപ്പോൾ ഇത് പുറത്തിറക്കിയത് ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. ഏത് ഇയറാണ്? 1946. ഇതിനെന്താണ് അറിയപ്പെടുന്നത്? ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ. ഇതിൻ്റെ എക്സ്പാൻഡ് വേർഷൻ നമ്മുടെ ഇതിൻ്റെ സെയിം പോയിൻറ്സും സെയിം വാല്യൂസും ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു കാര്യം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലുണ്ട്. വാട്ട് ഈസ് ദാറ്റ്? നമ്മുടെ പ്രിയാമ്പിൾ. അപ്പോൾ അതൊക്കെയാണ് മെയിനായിട്ട് ആ ഒരു സെക്ഷനിൽ പറയുന്നത്. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ മെയിനായിട്ട് നോക്കുന്നത് ഇൻസ്റ്റിറ്റ്യൂഷണൽ അറേഞ്ച്മെൻറ്റ്സിനെ പറ്റിയിട്ടാണ്. അപ്പം നമ്മുടെ ഗവൺമെൻറ്റ്സിൻ്റെ 3 ഓർഗൻസായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ് ആൻഡ് ജുഡീഷ്യറി. ഇത് 3 തമ്മിലുള്ളൊരു ബാലൻസ് വർക്കിംഗ്, അത് നമ്മുടെ സൊസൈറ്റിയുടെ അല്ലെങ്കിൽ ഇന്ത്യയുടെ പ്രോപ്പർ ഫങ്ഷനിങ്ങിന് വേണ്ടിയിട്ട് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനെ ഇഫക്റ്റീവായിട്ട് കൊണ്ടുപോവേണ്ട വളരെ വലിയ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് എന്ത്? ഇൻസ്റ്റിറ്റ്യൂഷണൽ ബാലൻസ് എന്ന് പറയുന്നത്. ഈ ബാലൻസ് ആയിട്ടുള്ള ഈ അറേഞ്ച്മെൻ്റ് ആണ് നമ്മുടെ ഗവൺമെൻറ്റിനെ പ്രോപ്പറായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ആൻഡ് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് പീപ്പിൾ വെൽഫെയർ ആണ്, ജനങ്ങളുടെ ഉന്നമനമാണ്. ആൻഡ് ഓൾസോ ഇറ്റ് ഷുഡ് ബി എ ഡെമോക്രാറ്റിക് ഗവൺമെൻറ്. ജനങ്ങൾ പറയുന്നത് കേൾക്കുന്ന ഒരു ഗവൺമെൻറ് ആയിരിക്കണം. അതുമാണ് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ആൻഡ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഇത്തരം ഒരു റൈറ്റ് ബാലൻസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. റൈറ്റ് ബാലൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ ഫസ്റ്റ് മെൻഷൻ ചെയ്ത 3 ഓർഗൻസ്, ദാറ്റ് ഈസ് ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ് ആൻഡ് ജുഡീഷ്യറി. ഈ 3 ഓർഗൻസും തമ്മിൽ ബാലൻസ് ചെയ്ത് പോകേണ്ട ഒരു സിസ്റ്റം, അത് വന്നു കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ പ്രോപ്പർ ഫങ്ഷനിങ് പോസിബിൾ ആവുള്ളൂ. അപ്പോൾ അത് വരാൻ വേണ്ടിയിട്ട് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഒരുപാട് പ്രയത്നിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് ആ ഒരു ബാലൻസ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും ആ ഒരു ബാലൻസ് അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ടും ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ടാസ്കുകൾ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അത് തന്നെയാണ്, ആ ഒരു ബാലൻസ് അറേഞ്ച്മെൻറ്റ് തന്നെയാണ് നമ്മുടെ ഗവൺമെൻറ്റിനെ പാർലമെൻ്ററി ഗവൺമെൻറ് അല്ലെങ്കിൽ ഫെഡറൽ അറേഞ്ച്മെൻറ്റ്. ഫെഡറൽ ആണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഓൾസോ ഇറ്റ് ഈസ് എ പാർലമെൻ്ററി കോൺസ്റ്റിറ്റ്യൂഷൻ. അതാണ് പറയുന്നത്. ഓക്കെ, ആൻഡ് ഓൾസോ ഇതെന്ന് പറയുന്നത് ലെജിസ്ലേച്ചറും എക്സിക്യൂട്ടീവും തമ്മിലുള്ള ഒരു പവർ ഡിസ്ട്രിബ്യൂഷനെ പറ്റിയിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ സ്റ്റേറ്റും സെൻട്രലും തമ്മിലുള്ള ഒരു പവർ ഡിസ്ട്രിബ്യൂഷനെ പറ്റിയിട്ടും പറയുന്നുണ്ട്. അതിനുശേഷം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ അറേഞ്ച്മെൻറ്റ്, അതായത് ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ അറേഞ്ച്മെൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ മേക്കേഴ്സ് മറ്റ് പല രാജ്യങ്ങളെയും ആശ്രയിച്ചിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഞാൻ 2-3 തവണ പറഞ്ഞിട്ടുണ്ട്, ബോറോഡ് കോൺസ്റ്റിറ്റ്യൂഷൻ ആണെന്നുള്ളത്. പല രാജ്യങ്ങളിൽ നിന്നുള്ള പല പല ഫാക്ടേഴ്സ് നമ്മൾ കടമെടുത്തിട്ടുണ്ട്, ബോറോ ചെയ്തിട്ട് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്രെയിം ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫ്രെയിമേഴ്സ് ഒരുപാട് രാജ്യങ്ങളുടെ കോൺസ്റ്റിറ്റ്യൂഷൻസ് റെഫർ ചെയ്തിരുന്നു. എന്നിട്ട് നമ്മളിങ്ങനെ ചിന്തിച്ചു, നമുക്കിത് എടുക്കാൻ പറ്റുമോ, നമ്മളിത് എടുത്തു കഴിഞ്ഞാൽ നമുക്കിത് സ്യൂട്ടാവുമോ? അങ്ങനെ കുറേ രാജ്യങ്ങളുടെ കോൺസ്റ്റിറ്റ്യൂഷനുകൾ പരിശോധിച്ച് അതിൽ നമുക്ക് ആവശ്യമുള്ളത് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി അത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അടിപൊളിയായിട്ട് ഫങ്ഷൻ ചെയ്യുമെന്നും മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ഓരോരോ കാര്യങ്ങൾ ബോറോ ചെയ്തെടുത്തത്. ഏതൊക്കെ രാജ്യത്തിൽ നിന്ന് എന്തൊക്കെയാണ് ബോറോ ചെയ്തതെന്നുള്ളത് ഞാൻ അടുത്ത് ഇതിൽ പറയുന്നുണ്ട്, ഇനി ഈ ക്ലാസ്സിൽ തന്നെ ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ മെയിനായിട്ട് നമുക്ക് നോക്കാം. The sentence നോക്കൂ. The framers of the constitution were not averse to borrowing from other constitutional traditions. Indeed, it is a testament to their wide learning that they could lay their hands upon any intellectual argument or historical example that was necessary for fulfilling the task at hand. So they borrowed a number of provisions from ഡിഫറെൻറ്റ് കൺട്രീസ്. ഇതെന്ന് പറയുന്നത് ഒരു വളരെ വലിയൊരു ടാസ്ക് തന്നെയായിരുന്നു. പക്ഷേ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അതിന് ഫുള്ളായിട്ട് സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ ചെയ്യണം. അതുകൊണ്ട് തന്നെ മറ്റൊരു രാജ്യത്തിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷനെ ഇമിറ്റേറ്റ് ചെയ്യുക എന്ന് പറയുന്നതിൽ യാതൊരുവിധ പ്രോബ്ലംസും അവർ കണ്ടിരുന്നില്ല. അതുപോലെ തന്നെ പറയുന്നുണ്ട്, ഇതെന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു സ്ലേവിഷ് ഇമിറ്റേഷൻ അല്ല, ബട്ട് കോൺസ്റ്റിറ്റ്യൂഷനിലുള്ള ഓരോ പ്രൊവിഷൻസും നമ്മുടെ ഇന്ത്യയിലെ കണ്ടീഷൻസിന് അല്ലെങ്കിൽ ഇന്ത്യയിൽ ഇന്ന് കാണുന്ന കണ്ടീഷൻസിനെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് സ്യൂട്ടാവുന്ന രീതിയിലുള്ള കാര്യങ്ങളായിരുന്നു. ഇന്ത്യയിലെ പ്രോബ്ലംസും ആസ്പിറേഷൻസും മനസ്സിലാക്കിയിട്ടാണ് മറ്റു രാജ്യങ്ങളിൽ നിന്ന് നമ്മൾ ഓരോരോ കാര്യങ്ങൾ ബോറോ ചെയ്തെടുത്തത്. ആൻഡ് ഓൾസോ ഇപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ
ബോറോഡ് കോൺസ്റ്റിറ്റ്യൂഷനാണ്. പല കൺട്രീസിനെ നമ്മൾ റെഫർ ചെയ്തിട്ടുണ്ട്. റെഫർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമ്മുടെ ഇന്ത്യക്ക് ഇത് സ്യൂട്ടാവോ, ഇന്ത്യയിലെ കണ്ടീഷൻസിന് ഇത് മാച്ചായി പോവോ, അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കിയിട്ട് നമുക്ക് ആവശ്യമുള്ളത് നമ്മുടെ ഇന്ത്യക്ക് വേണ്ടി മാത്രമുള്ളതാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അതാണ് ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ അറേഞ്ച്മെൻറ്റിൽ മെയിനായിട്ട് പറയുന്നത്. അപ്പോൾ ബാലൻസ്ഡ് ആയിട്ടുള്ളൊരു അറേഞ്ച്മെൻ്റ് ആണ്. 3 ഓർഗൻസ് തമ്മിൽ ബാലൻസ്ഡ് ആയിട്ടുള്ളൊരു രീതിയിൽ മുന്നോട്ട് പോയാൽ മാത്രമേ പ്രോപ്പർ ഗവേണൻസ് നടക്കുള്ളൂ. പ്രോപ്പർ ഗവൺമെൻറ് വന്നാൽ പീപ്പിൾ വെൽഫെയർ ഉണ്ടായിരിക്കുള്ളൂ. ഗവൺമെൻറ്റിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് മെയിൻലി പീപ്പിൾ വെൽഫെയർ ആവണം. ആൻഡ് ഓൾസോ ദ ഗവൺമെൻറ് ഷുഡ് ബി ഡെമോക്രാറ്റിക് ഇൻ നേച്ചർ. ആൻഡ് നമ്മുടെ പാർലമെൻ്ററി ഫോമിലും ഫെഡറൽ ഫോമിലും നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അറിയപ്പെടുന്നുണ്ട്. ആൻഡ് പവേഴ്സ് ഡിസ്ട്രിബ്യൂഷൻ എവിടേക്കാണ് വരുന്നത്? ലെജിസ്ലേച്ചറും എക്സിക്യൂട്ടീവും തമ്മിൽ പവർ ഡിസ്ട്രിബ്യൂഷൻ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും തമ്മിൽ പവർ ഡിസ്ട്രിബ്യൂഷൻ നടക്കുന്നുണ്ട്. ഈ സെൻട്രൽ ഗവൺമെൻറ്റിന് സർട്ടൻ പവേഴ്സ് ഉണ്ട്, സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് സർട്ടൻ പവേഴ്സ് ഉണ്ട്. ചില കാര്യങ്ങളിലൊക്കെ സെൻട്രൽ ഗവൺമെൻറ്റിന് സ്റ്റേറ്റിൽ ഡയറക്റ്റ്ലി ഗൈഡൻസ് കൊടുക്കാൻ പറ്റും. പക്ഷെ ചില കാര്യങ്ങൾ സ്റ്റേറ്റിന് മാത്രം ചെയ്യാൻ പറ്റുന്നതുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പവേഴ്സിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ പിന്നീട് ഇന്ത്യൻ പൊളിറ്റി പഠിക്കുമ്പോൾ നിങ്ങൾ പഠിക്കുന്നതായിരിക്കും. ഇനി നമുക്ക് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മുടെ ബോറോഡ് കോൺസ്റ്റിറ്റ്യൂഷൻ ആണെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഏതൊക്കെ രാജ്യങ്ങളിൽ നിന്ന് എന്തൊക്കെയാണ് നമ്മൾ ബോറോ ചെയ്തിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നോക്കൂ, പ്രൊവിഷൻസ് ബോറോഡ് ഫ്രം കോൺസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് ഡിഫറെൻറ്റ് കൺട്രീസ്. പല രാജ്യങ്ങളിൽ നിന്ന് നമ്മൾ എടുത്തിട്ടുള്ള പല ഭാഗങ്ങൾ എന്തൊക്കെയാണ് നോക്കാം. ഇത് നിങ്ങൾ കാണാതെ തന്നെ പഠിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. ഇപ്പോൾ ഈ ക്ലാസ് കഴിയുമ്പോൾ ഞാൻ 2 കാര്യങ്ങൾ നിങ്ങളോട് പറയുന്നുണ്ട്. ഒന്ന്, ഇത് ഏതൊക്കെയാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ബോറോഡ് കോൺസ്റ്റിറ്റ്യൂഷൻ ആണെന്ന് അറിയാം. ഏതൊക്കെ രാജ്യങ്ങളിൽ നിന്ന് എന്തൊക്കെയാണ് എടുത്തിട്ടുള്ളത് എന്നുള്ളത് കൃത്യമായി പഠിച്ചു വയ്ക്കുക. ആൻഡ് പ്രിയാമ്പിൾ, നമ്മുടെ ഇന്ത്യയുടെ പ്രിയാമ്പിൾ, കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രിയാമ്പിൾ ഇല്ല, അത് നിങ്ങളൊന്ന് പഠിക്കാൻ ശ്രമിക്കുക. അത് കാണാതെ പഠിച്ചു എന്ന് വെച്ചിട്ട് ഒരു പ്രശ്നവുമില്ല. അത് കാണാതെ പഠിച്ചു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് നമ്മുടെ ഇന്ത്യൻ പൊളിറ്റിയിൽ പ്രിയാമ്പിൾ എന്ന് പറഞ്ഞിട്ടൊരു ചാപ്റ്റർ ഉണ്ട്. ആ ചാപ്റ്റർ നിങ്ങൾ ഏറെക്കുറെ മനസ്സിലാക്കും. ആ ഒരു പ്രിയാമ്പിൾ നിങ്ങൾ കാണാതെ പഠിച്ചാൽ. ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ നന്നായിട്ട് വായിച്ചു കഴിഞ്ഞാൽ പ്രിയാമ്പിൾ പഠിക്കാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ അത് പഠിക്കാൻ മറക്കാതിരിക്കുക. എന്നിട്ട് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുക. നമ്മുടെ പ്രിയാമ്പിൾ നമ്മൾ കാണാതെ പഠിക്കുന്നതിൽ യാതൊരുവിധ തെറ്റുമില്ല. UPSCയിൽ ഒരു വർഷം ഇൻ്റർവ്യൂവിന് നമ്മുടെ ഇന്ത്യൻ പ്രിയാമ്പിൾ ഡയറക്റ്റ്ലി ചോദിച്ചു, എന്താണ് പ്രിയാമ്പിൾ പറയാൻ പറഞ്ഞു. അപ്പോൾ മാം പറഞ്ഞിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നാൽ ആര് ചോദിച്ചാലും നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും അല്ലേ. ഇപ്പോൾ UPSCക്ക് മാത്രമല്ല, നമ്മളിപ്പോൾ ഏതൊരു ജോബ് ഫീൽഡിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിലും നമ്മുടെ ഇന്ത്യ എന്താണ്, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണ്, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലെ പാർട്സ് എന്തൊക്കെയാണ്, എത്ര പാർട്സ് ഉണ്ട്, എത്ര ഷെഡ്യൂൾ ഉണ്ട്, എത്ര റൈറ്റ്സ് ഉണ്ട് എന്നൊക്കെ പറയാൻ, എത്ര ആർട്ടിക്കിൾസ് ഉണ്ടെന്നൊക്കെ പറയാൻ അതിന് ഉള്ളൊരു ബേസിക് നോളജ് ക്രിയേറ്റ് ചെയ്ത് വെക്കുന്നത് എപ്പോഴും നല്ലതാണ്. അപ്പോൾ UPSCക്ക് പഠിക്കുമ്പോൾ ഞാൻ എപ്പോഴും നിങ്ങളോട് റെക്കമെൻഡ് ചെയ്യും, നമ്മൾ പഠിക്കുമ്പോൾ അത് അത്രയും അടിപൊളിയായിട്ട് പഠിച്ചു പോവുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഒന്നല്ലെങ്കിൽ ഒന്ന് മറ്റൊരു ഫീൽഡിലെങ്കിലും നമുക്ക് നമ്മുടെ അറിവ് എക്സ്പ്രസ് ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി കിട്ടും. അപ്പോൾ പ്രിയാമ്പിൾ നിങ്ങൾ കാണാതെ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. കാണാതെ തന്നെ പഠിച്ചു വയ്ക്കുക. അത്ര വലിയ ഹെർക്കുലിയൻ ടാസ്ക് ഒന്നുമല്ല, സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റുന്നതാണ്. ആൻഡ് ഓൾസോ ഇതും നിങ്ങൾ പഠിക്കുക കേട്ടോ. ഇത് രണ്ടുമാണ് ഞാൻ ഈ ഒരു ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾക്ക് തരുന്നൊരു ചെറിയൊരു വർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ പഠിക്കാം. അപ്പോൾ നമുക്ക് നോക്കാം. ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷനാണ് നമ്മൾ ഫസ്റ്റ് പറയുന്നത്. ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് നമ്മൾ അഡോപ്റ്റ് ചെയ്തെടുത്തിട്ടുള്ളത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് പാസ് ദ പോസ്റ്റ്. ഇതെന്ന് പറയുന്നത് ഡയറക്റ്റ് ഇലക്ഷനാണ്. നമ്മുടെ റെപ്രസെൻറ്റേറ്റീവിനെ നമ്മൾ തന്നെ തിരഞ്ഞെടുക്കുക. ഡയറക്റ്റ് ഇലക്ഷൻ, വേറൊരു ബോഡി വെച്ചിട്ടുള്ള ഇലക്ഷനൊന്നുമല്ല. ഇപ്പോൾ നമ്മുടെ നമ്മുടെ ലോക്സഭ ഇലക്ഷൻസൊക്കെ നടക്കുന്നില്ലേ, കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഒരു മെമ്പർ ഉണ്ടായിരിക്കും, 3 or 4 ആൾക്കാർ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. നമുക്ക് ഇഷ്ടപ്പെട്ട കാൻഡിഡേറ്റിനെ നമ്മൾ സെലക്ട് ചെയ്യുന്ന ആ ഒരു പ്രക്രിയ, നമ്മൾ തന്നെ വോട്ട് ചെയ്യുന്നത്, അതിനെയാണ് ഫസ്റ്റ് പാസ് ദ പോസ്റ്റ് എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് പാർലമെൻ്ററി ഫോം ഓഫ് ഗവൺമെൻറ്. പാർലമെൻ്ററി ഫോം ഓഫ് ഗവൺമെൻറ് ആരാണ് കൊണ്ടുവന്നത്? ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷനാണ് കൊണ്ടുവന്നത്. ഐഡിയ ഓഫ് ദ റൂൾ ഓഫ് ലോ കൊണ്ടുവന്നത് ആരാണ്? ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷനാണ്. ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദ സ്പീക്കർ ആൻഡ് ഹിസ് റോൾ, സ്പീക്കറിൻ്റെ റോളും കാര്യങ്ങളും കൊണ്ടുവന്നത് ആരാണ്? ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷനാണ്. ലോ മേക്കിംഗ് പ്രൊസീജിയർ അതാരോ കൊണ്ടുവന്നത്? ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷനാണ്. അപ്പോൾ ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ പഠിക്കാം? ഫസ്റ്റ് എന്താണ്? ഇലക്ഷൻ ഓർക്കുക. ഇലക്ഷൻ ഓർക്കുമ്പോൾ ഡയറക്റ്റ് ഇലക്ഷൻ ഓർക്കുക. അപ്പോൾ എന്താണ്? ഫസ്റ്റ് പാസ് ദ പോസ്റ്റ്. അതിനുശേഷം നമ്മുടെ ഗവൺമെൻറ് 2 ടൈപ്പ് ഓഫ് ഗവൺമെൻറ് ആണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു അല്ലേ. എങ്ങനെയാണ്? പാർലമെൻ്ററി ഫോം ഓഫ് ഗവൺമെൻറ്റും ഉണ്ട്, നമുക്ക് ഫെഡറൽ ഫോം ഓഫ് ഗവൺമെൻറ്റും ഉണ്ട്. അപ്പോൾ നമ്മൾ അതോർക്കുക. അപ്പോൾ പാർലമെൻ്ററി ഫോം ഓഫ് ഗവൺമെൻറ് കൊണ്ടുവന്നത് ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷനാണ്. തേർഡ് വൺ എന്ന് പറയുന്നത് റൂൾ ഓഫ് ലോ കൊണ്ടുവന്നത് ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷനാണ്. അത് ആർട്ടിക്കിൾസ് പറയുമ്പോൾ, ഫണ്ടമെൻ്റൽ റൈറ്റ്സ് പറയുമ്പോൾ റൂൾ ഓഫ് ലോ എന്താണെന്നുള്ളത് ഇന്ത്യൻ പൊളിറ്റിയിൽ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുന്നുണ്ട് കേട്ടോ. ആൻഡ് സ്പീക്കറിൻ്റെ റോളും ആളുടെ ഇൻസ്റ്റിറ്റ്യൂഷനും പറയുന്നത് ഏതിലാണ്?
ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷനിലാണ്. ആൻഡ് ലോ മേക്കിംഗ് പ്രൊസീജിയർ ലെജിസ്ലേച്ചറിൻ്റെ പവേഴ്സാണ്, അതും വന്നിരിക്കുന്നത് എവിടെ നിന്നാണ്? ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. ഇനി അടുത്തത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, അമേരിക്കയുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് നമ്മൾ എന്തൊക്കെയാണ് എടുത്തിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം. ചാർട്ടർ ഓഫ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ബേസിക് ഫാക്ടർ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ. അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്, ബേസിക് സ്ട്രക്ചറാണ്, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ബേസിക് സ്ട്രക്ചർ എന്നാണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് അറിയപ്പെടുന്നത്. അപ്പോൾ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എവിടെ നിന്നാണ് വന്നത്? USA നിന്നാണ് വന്നത്. ആൻഡ് പവർ ഓഫ് ജുഡീഷ്യൽ റിവ്യൂ ആൻഡ് ഇൻഡിപെൻഡൻസ് ഓഫ് ദി ജുഡീഷ്യറി. ജുഡീഷ്യറിയുടെ ഇൻഡിപെൻഡൻസും അതുപോലെ ജുഡീഷ്യൽ റിവ്യൂവും വന്നത് എവിടെ നിന്നാണ്? യുണൈറ്റഡ് സ്റ്റേറ്റ്സ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. അപ്പോൾ USA നിന്ന് മെയിനായിട്ട് 2 കാര്യങ്ങളാണ് വന്നത്. ഒന്നെന്ന് പറയുന്നത് ചാർട്ടർ ഓഫ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, രണ്ടാമത്തത് ജുഡീഷ്യറി. ഓർക്കുക, രണ്ടും ജുഡീഷ്യറിയായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. ഒന്ന് ജുഡീഷ്യൽ റിവ്യൂ, 2 എന്താണ്? ഇൻഡിപെൻഡൻസ് ഓഫ് ദി ജുഡീഷ്യറി. അപ്പോൾ നമ്മൾ ബ്രിട്ടീഷ് പറഞ്ഞു, അമേരിക്കയുടെ പറഞ്ഞു. ഇനി അടുത്തത് കനേഡിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അതിലെന്തൊക്കെയാണ് വരുന്നത്? ക്വാസി ഫെഡറൽ ഫോം ഓഫ് ഗവൺമെൻറ്, അതായത് എ ഫെഡറൽ സിസ്റ്റം വിത്ത് എ സ്ട്രോങ് സെൻട്രൽ ഗവൺമെൻറ്. നമ്മുടെ ഇന്ത്യയിൽ അങ്ങനെയാണല്ലേ, സെൻറ്ററാണ് റൂൾ ചെയ്യുന്നത്, സെൻറ്ററിൻ്റെ അണ്ടറിലാണ് സ്റ്റേറ്റ് വരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ക്വാസി ഫെഡറൽ ഫോം വന്നത് കനേഡിയൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. ആൻഡ് റെസിജ്വൽ പവേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പോയിന്റ് വന്നതും ആ ഒരു ഐഡിയ വന്നതും ഇവിടെ നിന്നാണ്? കനേഡിയൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. ദെൻ ഫ്രഞ്ച് കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് നോക്കാം. ഫ്രഞ്ച് കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ എടുത്തത് ഫ്രഞ്ച് റെവല്യൂഷൻ ഹിസ്റ്ററിയിൽ നമ്മൾ പഠിക്കും. അപ്പോൾ ഫ്രഞ്ച് റെവല്യൂഷൻ്റെ മെയിൻ ഐഡിയാസ് ആയിരുന്നു ലിബർട്ടി, ഇക്വാലിറ്റി ആൻഡ് ഫ്രട്ടേണിറ്റി എന്ന് പറയുന്നത്. സിമ്പിളാണ്, ഫ്രഞ്ച് റെവല്യൂഷൻ ഓർക്കുക, ലിബർട്ടി, ഇക്വാലിറ്റി ആൻഡ് ഫ്രട്ടേണിറ്റി ഓർക്കുക. അപ്പോൾ ഫ്രഞ്ച് കോൺസ്റ്റിറ്റ്യൂഷനിൽ നമ്മൾ അഡോപ്റ്റ് ചെയ്തിട്ടുള്ള വാല്യൂസ് എന്തൊക്കെയാണ്? പ്രിൻസിപ്പിൾസ് ഓഫ് ലിബർട്ടി, ഈക്വാലിറ്റി ആൻഡ് ഫ്രട്ടേണിറ്റി. ഓക്കെ. ദെൻ ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷൻ, DPSP, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ബോറോ ചെയ്തിരിക്കുന്നത്. ഓൾമോസ്റ്റ് 5 കൺട്രീസിൽ നിന്നായിട്ട് ഇത്രത്തോളം കാര്യങ്ങൾ നമ്മൾ ബോറോ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലുണ്ട്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ വരുമ്പോൾ എങ്ങനെയാണ് വരിക? നമുക്ക് ഇങ്ങനെ പോയിൻറ്റ്സ് തരും, അതിനുശേഷം ഇത് ഏത് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗമാണ് എന്ന് ചോദിക്കും. നമുക്ക് അറിയണം, വ്യക്തമായിട്ട് അറിയണം, എവിടെ നിന്ന് എടുത്തതാണെന്ന് അറിയണം. അതിന് നമ്മൾ നന്നായി പഠിക്കുക തന്നെ വേണം. അപ്പോൾ ഈ ഒരു പോർഷൻ നന്നായി പഠിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ഓൾമോസ്റ്റ് ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ എന്താന്ന് പറഞ്ഞു, ഫങ്ഷൻസ് പറഞ്ഞു, കോൺസ്റ്റിറ്റ്യുവൻ്റ് അസംബ്ലി പറഞ്ഞു, അതിനുശേഷം നമ്മുടെ കോൺസ്റ്റിറ്റ്യുവൻ്റ് അസംബ്ലിയുടെ കോമ്പോസിഷൻ പറഞ്ഞു, പിന്നെ അതിലെ പ്രൊസീജിയേഴ്സ് പറഞ്ഞു, പിന്നെന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? നാഷണൽ മൂവ്മെൻറ്റിൻ്റെ ഇമ്പോർട്ടൻസിനെ പറ്റി പറഞ്ഞു അല്ലേ. അതിനുശേഷം നമ്മൾ എന്ത് പറഞ്ഞു? ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ അറേഞ്ച്മെൻറ്റ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ വന്നിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ പറഞ്ഞു. പ്രോപ്പർ ഫങ്ഷനിങ്ങിന് വേണ്ടിയിട്ട് വന്നിട്ടുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അതിൻ്റെ ബേസിസ് ആയിട്ട് ഫോം ചെയ്തതാണ് എന്ത്? നമ്മുടെ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ. ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ എന്താണെന്ന് നമ്മൾ പറഞ്ഞു. പ്രിയാമ്പിളിനോ അതുമായിട്ടുള്ള കണക്ഷൻ എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ദെൻ ബോറോഡ് കോൺസ്റ്റിറ്റ്യൂഷൻ, ഏതൊക്കെ കൺട്രീസിൽ നിന്ന് എന്തൊക്കെയാണ് നമ്മൾ ബോറോ ചെയ്തിരിക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ഓൾമോസ്റ്റ് ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയാണ്. ഈ ഒരു ചാപ്റ്റർ നന്നായിട്ട് വായിക്കുക, തെറോ റീഡിങ് നടത്തുക. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ ഈ ചാപ്റ്ററിൽ വന്നിട്ടുള്ളൂ. എൻ്റെ ക്ലാസ് കേട്ട് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ആൻഡ് ഓൾസോ ടെക്സ്റ്റ് ബുക്ക് വായിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. ഇറ്റ്സ് മാൻഡേറ്ററി, ആരും മടിക്കരുത്. ഓക്കെ, നന്നായി തന്നെ വായിക്കുക. വായിച്ച് പോയിൻ്റ് ബൈ പോയിൻ്റ് ആയിട്ട് വായിക്കുക. ഇനി നിങ്ങൾക്ക് NCERTക്ക് വേണ്ടിയിട്ട് ടൈം കളയാനുള്ള സമയം കിട്ടില്ല. നമ്മൾ ഇനിയിപ്പോൾ ലക്ഷ്മികാന്ത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനുള്ള ടൈമൊന്നും നിങ്ങൾക്ക് കിട്ടില്ല. അപ്പോൾ ഇനീഷ്യൽ സ്റ്റേജിൽ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ അതൊക്കെ ആദ്യമേ തന്നെ ചെയ്ത് പോവുക. ബാക്കിലോട്ട് വെക്കരുത്. ബാക്ക്ലോഗ് വന്നാൽ നിങ്ങൾക്ക് തന്നെയാണ് ബുദ്ധിമുട്ടായിട്ട് വരിക. അപ്പോൾ ഇത് എത്രയും പെട്ടെന്ന് വായിച്ച് തീർക്കുക. ഞാൻ പോർഷൻസ് എടുക്കുന്നതിൻ്റെ ഒപ്പം വായിച്ച് പോവുക. അപ്പോൾ 2 കാര്യങ്ങൾ എക്സ്ട്രാ ഞാൻ പറഞ്ഞിരുന്നു. ഒന്ന് പ്രിയാമ്പിൾ പഠിക്കണം, ദെൻ ഈ ബോറോഡ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്തൊക്കെയാണെന്നും ഫ്രം വിച്ച് കൺട്രീസ് അത് നിങ്ങൾ കാണാതെ തന്നെ പഠിച്ചു വയ്ക്കുക. നിങ്ങൾക്ക് എല്ലാ കാലത്തും ഉപയോഗമായിട്ട് വരും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്സിൽ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പുതിയ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോഴേക്കും ഫസ്റ്റ് ചാപ്റ്റർ ഓൾമോസ്റ്റ് എല്ലാവരും നല്ല രീതിയിൽ മനസ്സിലാക്കി പഠിച്ചു വയ്ക്കുക. ഓക്കെ, താങ്ക് യു ഡിയേഴ്സ്, ബൈ.